പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. ആരോഗ്യകരവും സന്തോഷകരവുമായ ഒരു ജീവിതത്തിന് നമ്മൾ ചെയ്യേണ്ട പ്ലാനിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ സാമ്പത്തിക സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്യണമെന്ന് ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നമ്മൾ എടുത്തിരിക്കേണ്ട പോളിസിയാണ് ശരിക്കും ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഈ വീഡിയോയിലൂടെ എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ്, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്, എങ്ങനെയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് ചെയ്യാൻ കഴിയുക എന്നീ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായ ഈ വീഡിയോ അവസാനം വരെ കാണുകയും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുകയും വീഡിയോ നല്ലതാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും ഇത് ഷെയർ ചെയ്യാനും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഹെൽത്ത് ഇൻഷുറൻസ് എനിക്ക് വേണമെന്ന് തോന്നാനുള്ള കാരണം? 2016 എൻ്റെ കുട്ടിക്ക് ഒരു മേജർ ശസ്ത്രക്രിയ അമൃത ഹോസ്പിറ്റലിൽ നിർദ്ദേശിക്കപ്പെട്ടത്. അതിൻ്റെ സാമ്പത്തികം അന്വേഷിച്ചപ്പോൾ അവിടുത്തെ കൗണ്ടറിൽ നിന്നും എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ടായില്ല. ഞാനങ്ങനെ 2 ലക്ഷം രൂപയും പൂർണ്ണമായി അടച്ച് എൻ്റെ കുഞ്ഞിനെ ഞാൻ സർജറി ചെയ്തു. പക്ഷെ ആ ഹോസ്പിറ്റലിൽ നിന്നും മാറി വേറെ കുറേ ഹോസ്പിറ്റലുകളിൽ പോയി സെക്കൻഡ് തേർഡ് അഡ്വൈസുകൾക്കായി. അവിടെ നിന്നൊക്കെ ചോദിച്ചത് നിങ്ങളുടെ കയ്യിൽ ഹെൽത്ത് കാർഡ് ഉണ്ടോ എന്നാണ്. ആ ഹോസ്പിറ്റലിന് ശേഷം 2016 ശേഷം ഞാൻ ഇറങ്ങി വന്നിട്ട് ആദ്യമായി ചെയ്തത് എനിക്ക് ലഭ്യമായ ഒരു ഫാമിലി ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്നുള്ളതാണ്. ഈ 2016 മുതൽ 2023 വരെ ഉണ്ടായിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ ഹോസ്പിറ്റൽ അഡ്മിഷൻ കേസുകൾക്കും എനിക്ക് പൈസ ആ ഇൻഷുറൻസ് കമ്പനിയാണ് എൻ്റെ ഹോസ്പിറ്റൽ ചെലവുകൾ വഹിച്ചത്. ഈ ഒരു 9 വർഷത്തെ അനുഭവത്തിൽ നിന്നും എൻ്റെ സാമ്പത്തിക ക്രൈസിസ് എന്നെ ലഘൂകരിക്കാനും ആരോഗ്യ രംഗത്ത് വരുന്ന നമ്മൾ പ്രതീക്ഷിക്കാതെ വരുന്ന ചെലവുകളെ മീറ്റ് ചെയ്യാൻ ഒരു നല്ല ഓപ്ഷനാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന 10 വർഷത്തെ അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഈ ഇൻഷുറൻസ് വേണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്? ഒരു നിശ്ചിതമായ വാർഷിക പ്രീമിയം ഒരു കമ്പനി നമ്മൾ അടയ്ക്കുമ്പോൾ അത് വ്യക്തിപരമായും അടയ്ക്കാം, കുടുംബത്തിന് വേണ്ടി എടുക്കാം, ഗ്രൂപ്പ് ഇൻഷുറൻസിൽ ചേരാം, ഗവൺമെൻറ് സ്പോൺസറായിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ പലതുമുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്ലാനിൽ ഒരു വർഷത്തേക്ക് ഒരു നിശ്ചിതമായ പ്രീമിയം അടയ്ക്കുമ്പോൾ ആ കമ്പനി ഒരു നിശ്ചിതമായ തുകയ്ക്ക് നമുക്ക് ഹോസ്പിറ്റൽ ചികിത്സ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ശരിക്കും ഇൻഷുറൻസ് എന്ന് പറയുന്നത്, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ അസുഖങ്ങൾ വരിക എന്ന് പറയുന്നത് എത്ര ആരോഗ്യപരമായി നമ്മൾ നമ്മുടെ ജീവിതശൈലിയിൽ ജീവിച്ചാലും നമുക്ക് ഹോസ്പിറ്റൽ കേസുകൾ വരും. നമ്മുടെ ഡിപ്പെൻഡൻസ് ആയിട്ടുള്ള ആശ്രിതരായിട്ടുള്ള ആളുകളുടെ ഹോസ്പിറ്റൽ കേസുകൾ, അതുകൂടാതെ പാൻഡമിക് വലിയ മാരകമായ മഹാമാരികൾ പടർന്നു പിടിക്കുമ്പോൾ, അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്തൊക്കെ നമ്മൾ മീറ്റ് ചെയ്യേണ്ട, കുടുംബനാഥൻ പ്രത്യേകിച്ച് മീറ്റ് ചെയ്യേണ്ട വലിയൊരു സംഗതിയാണ് ഹോസ്പിറ്റൽ ബിൽ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചു നിർത്താൻ കഴിയില്ല. നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒഴിച്ചു നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ മുന്നിൽ ആകെ ഉണ്ടാകുന്ന ഒരു ഓപ്ഷൻസ് എന്ന് പറയുന്നത് മിക്കവാറും നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഏതെങ്കിലും അസറ്റ് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് മീറ്റ് ചെയ്യുക. ഇനി അങ്ങനെയും കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? നമ്മൾ ആരുടെങ്കിലും മുന്നിൽ യാചിച്ചോ അല്ലെങ്കിൽ ആളുകൾ സഹായ നിധികളൊക്കെ രൂപീകരിച്ചൊക്കെ ആയിരിക്കും നമുക്കത് മീറ്റ് ചെയ്യാൻ കഴിയുക. ഒരു പക്ഷേ നമുക്കത് നമ്മുടെ ജീവിതം എങ്ങനെയാകുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷെ നമ്മുടെ ഭാവിയിൽ നേരിടാൻ വളരെയേറെ സാധ്യതയുള്ള ഒരു റിസ്ക് ആയിട്ടുള്ള ഈ ഹോസ്പിറ്റൽ ചെലവ് മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഇന്നത്തെ വരുമാനത്തിൽ നിന്നും നമ്മൾ മാറ്റിവെക്കുന്ന ഒരു ചെറിയ പങ്കാണ് ശരിക്കും ഈ ഇൻഷുറൻസ് തുക എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇനി അത് എങ്ങനെയാണ് ഞാൻ ആ പൈസ കണ്ടെത്തുന്നത് കൂടിയാണ് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത് ഒരു ഫാമിലി ഫ്ലോട്ടാണ്, ഒരു ഫാമിലി സ്കീമിലെ ഇൻഷുറൻസാണ് ഞാൻ എടുത്തിട്ടുള്ളത്.
അപ്പോൾ ഒരു വർഷത്തെ പ്രീമിയം വരുന്നത് 20,000 രൂപയാണ്. 20,000 രൂപ 365 ദിവസത്തേക്കുള്ള തുകയാണ്. അപ്പോൾ ആദ്യമായി ഇൻഷുറൻസ് തുക നമ്മൾ അടയ്ക്കുന്നു. പിന്നെ അടുത്ത വർഷത്തേക്കുള്ള തുക നമ്മൾ ഇന്നു മുതൽ സമാഹരിക്കാൻ തുടങ്ങുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് പിന്തുടരുന്നത്. അത് ഞാൻ ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഒഴിവ് സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തി ചെറിയ ചെറിയ അധിക വരുമാനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് എന്ത് ചെയ്യും, ഞാൻ ഈ 20,000 രൂപേനെ നമ്മൾ 360 ദിവസമാക്കി കഴിഞ്ഞാൽ എത്ര രൂപ വരും? അതൊരു 54 രൂപയൊക്കെ ഒരു ദിവസം നമ്മൾ കണ്ടെത്തിയാൽ മതി. പിന്നെ അല്ലെങ്കിൽ ആഴ്ചയിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 354 400 രൂപ മതി. മാസത്തിൽ എടുക്കുകയാണെങ്കിൽ ഒരു 1,600 രൂപ. അപ്പോൾ ഇതിങ്ങനെ ഈ തുക ഞാൻ പരമാവധി എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്യും. പലപ്പോഴും സേവ് ചെയ്യുക ജങ്ക് ഫുഡുകൾ, അനാവശ്യമായ ചെലവുകളൊക്കെ ഒഴിവാക്കിയിട്ട് അമിതമായി കഴിക്കുന്ന ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആഴ്ചയിൽ 400 രൂപയൊക്കെ എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. ഈ പൈസ നമ്മൾ എന്ത് ചെയ്യും, ഈ ഇൻഷുറൻസ് കമ്പനികളുടെ തന്നെ ഞാൻ എടുത്തിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളെല്ലാം തന്നെ എവിടെയാണ്? ഷെയർ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആണ്. ഇതിൻ്റെ ഷെയറുകൾ എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള തുകയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഈ ആഴ്ചയിൽ മാറ്റിവെക്കുന്ന ഈ തുക ഈ കമ്പനികളുടെ ഷെയറുകളിലിടും. അത് ചിലപ്പോൾ ദിവസം ഇടാറുണ്ട്, ചിലപ്പോൾ ആഴ്ച ഇടാറുണ്ട്, ചിലപ്പോൾ മാസം ഇടാറുണ്ട്. അങ്ങനെ ഒരു 12 മാസം കഴിയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, 20,000 രൂപയിൽ അധികം പൈസ ചില വർഷങ്ങളിൽ കിട്ടാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു പകുതി 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മുടെ തുക എന്ത് ചെയ്യും, മാർക്കറ്റ് നല്ല ബുള്ളിഷിലാണെങ്കിൽ നമുക്ക് നല്ല ഒരു എമൗണ്ട് നേരത്തെ കിട്ടും. ചിലപ്പോൾ ഈ നമ്മുടെ തുക അടയ്ക്കേണ്ട സമയമാകുമ്പോൾ മാർക്കറ്റ് ബെയറിഷ് ആണെങ്കിൽ അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഷെയർ വില കുറവായി കിടക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പൈസ മീറ്റ് ചെയ്തുകൊണ്ട് ഈ പൈസ എന്ത് ചെയ്യും, അടച്ചിട്ട് പിന്നെ മാർക്കറ്റ് കയറി വരുമ്പോൾ ഈ പൈസ വിഡ്രോ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ പിന്തുടരുന്നത്. അപ്പോൾ ഏത് രീതി പിന്തുടർന്നാലും നിങ്ങൾക്ക് റെഡിയായിട്ട് പൈസ പ്രീമിയം അടയ്ക്കാനുണ്ടെങ്കിൽ അങ്ങനെ അടയ്ക്കുക. ഇല്ലെങ്കിൽ അധിക വരുമാനങ്ങൾ കണ്ടെത്തി ചെറിയ ചെറിയ തുക നിക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നേരിടാൻ സാധ്യതയുള്ള നമ്മളെല്ലാവരെയും പാപ്പരാക്കിയിട്ടുള്ള നമ്മുടെ മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ ആരോഗ്യത്തെ പിടച്ചുലയ്ക്കുന്ന ഈ ഹോസ്പിറ്റൽ ബില്ലിനെ നേരിടാൻ കഴിയുന്ന ഒരു ചെറിയ മാർഗമാണ്, ചെറുതല്ല ഒരു വലിയ മാർഗമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് മനസ്സിലാക്കുക. എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കനുയോജ്യമായ നമ്മളുടെ റിസ്ക് നോക്കി, പ്രായം നോക്കി, വരുമാനം നോക്കി നിങ്ങൾക്ക് അടുത്തുള്ള ഒരു ഹെൽത്ത് അഡ്വൈസറെ കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബുദ്ധിപൂർവം നിങ്ങളുടെ പ്ലാനുകൾ തിരഞ്ഞെടുക്കുക. പ്ലാനുകൾ പഠിക്കുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് സൈറ്റ് നോക്കിയാൽ, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇഷ്ടംപോലെ കമ്പനികൾ, പ്ലാനുകൾ ഒക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇതൊക്കെ പഠിച്ചതിന് ശേഷം ഒരു ഹെൽത്ത് അഡ്വൈസറുടെ നിർദ്ദേശത്തോടു കൂടി അദ്ദേഹത്തിനുമായി നിങ്ങളുടെ അവസ്ഥ സ്റ്റാറ്റസ് ബോധ്യപ്പെട്ടതിന് ശേഷം ഒരു പ്ലാൻ തിരഞ്ഞെടുക്കുക. ഓർക്കുക, ആരോഗ്യമുള്ളപ്പോൾ മാത്രം കിട്ടുന്ന ഇൻഷുറൻസ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഒരു കമ്പനിയും ഇൻഷുറൻസ് തരികയില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തീരുമാനമെടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വീഡിയോയിലൂടെ വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെടുക. എന്താണെങ്കിലും നല്ല ആരോഗ്യമുള്ള, നല്ല സാമ്പത്തിക പ്ലാനുള്ള നല്ലൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവട്ടെ. ഡു ഇറ്റ് ടുഡേ. ഹാപ്പി ലൈഫ്.